ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെന്നും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ നമ്മുടെ വിചാരങ്ങൾ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ ഹൃദയത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവെച്ചു പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും അത് സാധ്യമാകുമെന്ന വിശ്വാസമാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥന നിരതരായിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന യാചിക്കുന്ന പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും വിഷമങ്ങൾ വരാറുണ്ട്. ഒരു പക്ഷേ ദൈവത്തെ തന്നെ നമ്മൾ തള്ളിപ്പറയാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവം എനിക്ക് തന്നില്ലല്ലോ, എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവം നിറവേറ്റി തന്നില്ലല്ലോ എന്നൊക്കെ പരാതി പറഞ്ഞ് ദൈവത്തോട് മല്ല് പിടിക്കുക, പിറുപിറുക്കുക, എതിർക്കുന്ന സ്വഭാവമൊക്കെ എന്നിലും നിങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വചനം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുക, നിൻ്റെ ഹൃദയയാചനയെ ഞാൻ നിനക്ക് തരും. കർത്താവിൽ നീ ആശ്രയിക്കണം. നിൻ്റെ ഹൃദയയാചന ദൈവം തരാൻ തയ്യാറാണ്. ഹൃദയയാചന തരണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ കർത്താവിൽ ആശ്രയിക്കുക. നീ ബുദ്ധിയിൽ ആശ്രയിക്കാതെ, നീ നിന്നിൽ തന്നെ ആശ്രയിക്കാതെ, നീ മനുഷ്യനിൽ ആശ്രയിക്കാതെ, പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ അവന് സാധിക്കും, അവൾക്ക് സാധിക്കും, അല്ലെങ്കിൽ മറ്റവർ സാധിച്ചു തരും എന്നെല്ലാം നീ ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിൻ്റെ ഹൃദയയാചനയെ സാധിച്ചു തരാൻ നീ എന്ത് ചെയ്യുക? എന്നിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നീ ഹൃദയത്തിൽ പല കാര്യങ്ങളുമായി നടക്കുന്ന വ്യക്തിയാണ്. പല കാര്യങ്ങളും സാധിച്ചു കിട്ടണം, ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക, നീ കർത്താവിൽ ആശ്രയിക്കുക. നീ ഹൃദയത്തിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ.